ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൊതുകുനാശിനിയുടെയാണ്. നമ്മുടെ എല്ലാം വീട്ടിലുള്ള 2-3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൊതുകുനാശിനി തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ ഇതുപോലെയൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. 4 or 5 ഒക്കെ ആയിട്ട് മടക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പർ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കൊതുകുനാശിനി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. ഞാൻ ഇതുപോലെ ഒരൊറ്റ വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 10-20 അല്ലി വെളുത്തുള്ളിയെങ്കിലും നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരും. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം വെളുത്തുള്ളി നല്ലൊരു കൊതുകുനാശിനിയാണെന്നുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇത്രത്തോളം വെളുത്തുള്ളി ഞാൻ തോല് കളഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ഗ്രാമ്പുവാണ്. അത് ഞാൻ ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂവിനായാലും വെളുത്തുള്ളിക്കായാലും വല്ലാണ്ട് കുത്തുന്ന ഒരു സ്മെല്ലാണ്. ഈ ഒരു സ്മെല്ല് കൊതുകിനും പാറ്റയ്ക്കും പല്ലിക്കും ഒന്നും പിടിക്കുകയില്ല. ഇനി നമുക്ക് മൂന്നാമത് ഈ ഒരു കൊതുകുനാശിനി തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഞാനിത് വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു അരമുറി നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിലൊക്കെ നല്ലൊരു സുഗന്ധമാണ് കേട്ടോ. ഈ ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ല്. ഇപ്പം ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരയ്ക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ അരച്ചുകൊണ്ട് വന്ന മിക്സിയുടെ ജാറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കഴുകി ആ ഒരു പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കൊതുകുനാശിനിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കൊതുകുനാശിനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കൊതുകുനാശിനി വന്നിട്ട് വളരെ എഫക്റ്റീവാണ്. കാരണം നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള യാതൊരു കെമിക്കൽസും ഈ ഒരു കൊതുകുനാശിനിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ന്യൂ ബോൺ ബേബീസൊക്കെയുള്ള വീടുകളിൽ അതുപോലെ തന്നെ അലർജിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ കൊതുകിനെ ഓടിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പം മഴ സമയത്തൊക്കെ നല്ല പോലെ തന്നെ കൊതുകുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പം ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിരുന്ന പേപ്പറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു കൊതുകുനാശിനി ഈ ഒരു രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എത്രത്തോളം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു കൊതുകുനാശിനി ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീത്തയായി പോകുകയൊന്നുമില്ല. ഇനി ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ന്യൂസ് പേപ്പറിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൊതുകുനാശിനി തേച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. മോൾക്ക് അലർജിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ നാച്ചുറലായിട്ടുള്ള രീതിയാണ് കൊതുകിനെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പല രീതികളും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അതിൽ എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ തന്നെ ഇതിന് മുമ്പ് ഞാൻ കൊതുകിനെ ഓടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ കുറേയൊക്കെ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പീസ് കോട്ടൻ്റെ തുണിയാണ്. ഞാൻ ഒരു മുണ്ടിൻ്റെ ഒരു പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൊതുകുനാശിനി ഈ ഒരു കോട്ടൻ്റെ തുണിയിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. സത്യത്തിൽ ഈ ഒരു കൊതുകുനാശിനിയുടെ മണം ഉണ്ടല്ലോ, വല്ലാണ്ട് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. നമ്മളിങ്ങനെ ഒന്ന് അരച്ച് നമ്മൾ തയ്യാറാക്കിയെടുത്താൽ 2-3 ദിവസത്തേക്ക് നമ്മുടെ വീട്ടിനുള്ളിൽ ഈ ഒരു മണം തങ്ങി നിൽക്കും. ഈ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെയും. ഇനി നമുക്ക് ഈ ഒരു തുണി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് രണ്ടും നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ പേപ്പറിൽ പൊതിഞ്ഞെടുത്ത ആ ഒരു കൊതുകുനാശിനിയുടെ അതും അതുപോലെ തന്നെ ഈ ഒരു തുണിയിലുള്ളതും നമ്മൾ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒരു 2 ദിവസമൊക്കെ വെച്ച് ഉണക്കിയെടുക്കാം.
നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉണക്കിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ. ഇപ്പം ഞാൻ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് കൊണ്ടുവന്നതാണിത്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞെടുത്ത കൊതുകുനാശിനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്തുള്ള കോഫി മഗ്ഗോ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്കാണ് ഈ ഒരു പേപ്പർ കത്തിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഒരു വക്ക് പൊട്ടിയ കോഫി മഗ്ഗാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പാത്രം വീണ്ടും നമുക്ക് മറ്റൊന്നിനും ഉപയോഗിക്കാനായിട്ട് പറ്റുകയില്ല. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കൊതുകുനാശിനി കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കോഫി മഗ്ഗിലേക്ക് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് കത്തിയതിന് ശേഷം തീ അണഞ്ഞിട്ട് പിന്നെ ഇതിൽ നിന്ന് നല്ല പോലെ പുക വരാനായിട്ട് തുടങ്ങും. ആ ഒരു ടൈമിൽ നമുക്ക് കട്ടിലിൻ്റെ കീഴിലോ ഡൈനിങ് ടേബിളിൻ്റെ കീഴിലോ കൂടുതൽ കൊതുക് കണ്ടുവരുന്ന സ്ഥലത്ത് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് കൊതുകിനെ തുരത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ തുണിയിൽ തയ്യാറാക്കി വെച്ചിരുന്ന കൊതുകുനാശിനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ തുണി നല്ലതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് തിരിച്ചില തെറുത്തെടുക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് തിരിച്ചില പോലെയൊന്ന് തെറുത്തെടുക്കുകയാണ് വേണ്ടത്. തിരി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തിരിച്ചില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ തുണികളും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ തുണിയും ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി നോക്കാം. ഒരു ദിവസത്തേക്ക് നമുക്ക് ഒരു തിരി മാത്രം മതി. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ തിരികളെല്ലാം ഒരു ഡപ്പയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ അധിക ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഇതുപോലുള്ള ചെറിയ മൺചിരാതിലോ അല്ലെങ്കിൽ പാത്രത്തിലോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ എടുക്കുന്നത് വേപ്പെണ്ണയാണ്. ഈ ഒരു എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേപ്പെണ്ണ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി വേപ്പെണ്ണ ഇല്ലെങ്കിൽ കടുകെണ്ണ ആയാലും മതി നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൊതുകുനാശിനി ചേർത്ത് ഉണക്കിയ ആ ഒരു തിരിച്ചില ഇതിലേക്ക് ഇട്ടിട്ട് സന്ധ്യാസമയങ്ങളിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ജനാലയുടെ സൈഡിലുമൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കൊതുകിനെ തുരത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. 2 രീതിയും വളരെ എഫക്റ്റീവാണ്, ഒപ്പം തന്നെ വളരെ സിമ്പിളുമാണ്. അപ്പം കുഞ്ഞു മക്കളൊക്കെയുള്ള അമ്മമാർ തീർച്ചയായും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപാട് കെമിക്കൽസ് ഉള്ള കൊതുകുനാശിനിയേക്കാളും എന്തുകൊണ്ടും നമ്മൾ ഈ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു രീതിയാണ് നല്ലത്. മഴക്കാലമാണ്, പകൽ സമയത്ത് പോലും നല്ല രീതിയിൽ കൊതുക് വരുന്ന ഒരു സമയമാണ്. അപ്പം കുഞ്ഞു മക്കളൊക്കെ തൊട്ടിലിൽ ഉറങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ കത്തിച്ച് നമ്മൾ ജനൽപ്പടിയിലോ കട്ടിലിൻ്റെ കീഴിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് നല്ലതുപോലെ ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.